കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറയുന്ന ബുക്കിലെ 32ാമത്തെ മെസ്സേജാണ് വായിക്കുന്നത്. വലിയ മെസ്സേജ് ആയത് കാരണം 5 പാർട്ടായിട്ടാണ് വായിക്കുന്നത്. അതിലെ 1ാമത്തെ പാർട്ടാണ് പിശാചിൻ്റെ പ്രവർത്തികൾ. ലോകം എൻ്റെ 2ാം വരവിനായി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിരവധി അടയാളങ്ങൾ നൽകപ്പെട്ടു കഴിഞ്ഞു. അവ ഇപ്പോഴും തുടരുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ യേശുക്രിസ്തു എൻ്റെ ഇടപെടലിലൂടെ നിങ്ങളെ ഒരുക്കുന്നത് പോലെ സാത്താനും അവൻ്റെ സൈന്യത്തെ ഒരുക്കുകയാണ്. സത്യം അറിഞ്ഞിരുന്നിട്ടും എൻ്റെ രക്ഷാകര പദ്ധതിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എൻ്റെ ശത്രുക്കൾ അനേക വർഷങ്ങളായി വളരെയധികം തന്ത്രങ്ങൾ വിഭാവനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവർ അടക്കം അനേകർ വീണുപോവുകയും നിഷിദ്ധമായ ഗൂഢവിദ്യകൾക്ക് തങ്ങളെ തന്നെ സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. നിഷ്കളങ്കരായ മനുഷ്യരെ അവരുടെ അറിവ് കൂടാതെ കൊല ചെയ്യുന്നതുൾപ്പെടെയുള്ള അനേകം പദ്ധതികൾക്ക് എൻ്റെ ശത്രുക്കൾ രൂപം കൊടുത്തു കഴിഞ്ഞു. അത്യാഗ്രഹം കൊണ്ടും അധികാരമോഹം കൊണ്ടും മനുഷ്യവംശത്തിനെതിരെ നിരവധിയായ കുടില പദ്ധതികൾ ആസൂത്രണം ചെയ്തും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഭവനത്തിൻ്റെ നിയന്ത്രണം അവർ കൈയടക്കുന്നതോടെ ആ ശ്രമങ്ങൾ അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തും. എൻ്റെ പരിശുദ്ധ സഭയെ പരാജയപ്പെടുത്താനുള്ള പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നു. മൃഗത്തിന് തൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അവനെ ലോകം സ്വാഗതം ചെയ്യുന്നു എന്നുറപ്പുവരുത്താനായി വിശദമായ ഒരു പ്രവർത്തന രേഖ തന്നെ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. അത് ലോകമെങ്ങുമുള്ള രാഷ്ട്രീയ മതപ്രസ്ഥാനങ്ങളുടെ എല്ലാ വശങ്ങളെയും സ്പർശിക്കുന്ന ഒന്നായിരിക്കും. എന്നാൽ മൃഗം എൻ്റെ സഭയിൽ അവൻ്റെ സിംഹാസനത്തിൽ ആരൂഢനാകുന്നതിനു മുൻപ് തന്നെ എൻ്റെ സഭയിലെ അൾത്താരകളിൽ അവനെ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള അനേകം കർമ്മങ്ങൾ നടത്തപ്പെടും. സാത്താനും അവൻ്റെ അനുചരന്മാർക്കും വലിയ ശക്തി ലഭിക്കാൻ ഉതകുന്ന വിധത്തിൽ കറുത്ത കുർബാനകളുടെ ബ്ലാക്ക് മാസുകളുടെ എണ്ണം വർദ്ധിക്കും. വിശുദ്ധമായ എല്ലാറ്റിനെയും അവർ നശിപ്പിക്കും. ക്രിസ്തീയതയെ തകർക്കാൻ അവർ ഏതറ്റം വരെയും പോകും.